ഇത് മധുര അളകനല്ലൂരിലെ ജല്ലിക്കെട്ട് വേദി. 2017 അളകനല്ലൂരിൽ നടന്ന ജല്ലിക്കെട്ട് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. തമിഴ്നാട്ടിൽ പൊങ്കൽ ആഘോഷങ്ങളുടെ ഭാഗമായി മാട്ടുപൊങ്കൽ ദിനത്തിൽ നടക്കുന്ന ഒരാഘോഷമാണ് എരുതാഴുവട്ടൽ എന്നും മഞ്ജു വിരാട്ട് എന്നും അറിയപ്പെടുന്ന ജല്ലിക്കെട്ട്. പുളികുളം അല്ലെങ്കിൽ കങ്കയം പോലുള്ള കാളകളെയാണ് സാധാരണയായി ജല്ലിക്കെട്ടിന് ഉപയോഗിക്കുന്നത്. പണ്ടുകാലത്ത് കാളയുടെ കൊമ്പിൽ നാണയത്തുട്ടുകൾ കെട്ടിയിടും. ഇത് എടുക്കുന്നയാളെ വിജയി അല്ലെങ്കിൽ വീരനായി കണക്കാക്കുന്നു. സല്ലിക്കെട്ട് എന്നാണ് ശരിയായ ഉച്ചാരണം. അതായത് സല്ലി എന്നാൽ നാണയങ്ങൾ, കട്ട് എന്നാൽ പാക്കേജ്. ഇതാണ് സല്ലിക്കെട്ട് എന്നുള്ളത്. സല്ലിക്കെട്ട് എന്നതിൽ നിന്നാണ് ഇന്നത്തെ ജല്ലിക്കെട്ട് ആയത്. ചില സ്ഥലങ്ങളിൽ മഞ്ജു വിരട്ട് എന്നും ഇതറിയപ്പെടുന്നു. അതായത് കാളയെ പിന്തുടരുന്നത് എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിന്ധു നദീതട നാഗരികതയിൽ നിന്നുള്ള ഈ രീതി ചിത്രീകരിക്കുന്ന ഒരു മുദ്ര ന്യൂഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിലുണ്ട്. വടിമഞ്ഞു വിരാട്ടു ജല്ലിക്കെട്ടിന്റെ ഏറ്റവും സാധാരണമായ വിഭാഗമാണിത്. കാളയെ ഒരു അടങ്ങിയ സ്ഥലത്തു നിന്നും അഴിച്ചുവിടുന്നു. മത്സരാർത്ഥികൾ കാളയുടെ മുനമ്പിൽ കൈകൾ ചുറ്റിപ്പിടിച്ച് ജേതാക്കളാകാൻ ശ്രമിക്കുന്നു. ഒരു സമയം ഒരാൾക്ക് മാത്രമേ ശ്രമിക്കാൻ അനുവാദമുള്ളൂ. മധുര, തേനി, തഞ്ചാവൂർ, സേലം എന്നീ ജില്ലകളിലാണ് ഈ വകഭേദമുള്ളത്. കാളയെ നേരിട്ട് തുറന്ന നിലത്തേക്ക് വിടുന്ന രീതിയാണ് വേലി വീരാട്ട്. ഈ വകഭേദത്തിൽ സമീപനം അല്പം വ്യത്യസ്തമാണ്. വാടി മഞ്ജു വിരാട്ടുവിൻ്റേതിന് സമാനമാണ് നിയമങ്ങൾ. ശിവഗംഗ, മധുര ജില്ലകളിലെ ഒരു ജനപ്രിയ വകഭേദമാണിത്. വടം മഞ്ഞു വിരാട്ടു ഈ വകഭേദത്തിൽ കാളയെ 15 മീറ്റർ കയറുകൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. കാളയ്ക്ക് മറ്റ് ശാരീരിക നിയന്ത്രണങ്ങളൊന്നുമില്ല. അതിനാൽ അതിന് എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയും. പരമാവധി സമയപരിധി 30 മിനിറ്റാണ്. 7 മുതൽ 9 വരെ അംഗങ്ങളുള്ള ഒരു ടീമിന് കാളയുടെ കൊമ്പിൽ കെട്ടിയിരിക്കുന്ന സമ്മാന ടോക്കൺ അഴിക്കാൻ ശ്രമിക്കാം. BC 400-100 മുതൽ പരമ്പരാഗതമായി നിലനിൽക്കുന്ന ഒരു ആചാരമാണ് ജല്ലിക്കെട്ട്. പുരാതന തമിഴ്നാട്ടിലെ മുല്ലൈ ഭൂമിശാസ്ത്ര മേഖലയിൽ ജീവിച്ചിരുന്ന അയർ ഗോത്രവർഗക്കാരുടെ ഇടയിലെ ഒരു സാംസ്കാരിക ചടങ്ങായിരുന്നു ഇത്. ധീരത പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയും ശക്തനായൊരു വരനെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി ഇത് പരമ്പരാഗതമായി നടത്തപ്പെടുകയും പുരാതന തമിഴ് രാജ്യത്ത് പുരാതന മേയർ അഥവാ യാദവർ കളിച്ചിരുന്ന ഒരു കായിക വിനോദമായും പിന്നീട് അവരുടെ ശക്തി പ്രകടിപ്പിക്കുന്നതിനും സമ്മാനത്തുക നേടുന്നതിനുമായി കളിക്കുന്ന ഒരു കായിക വിനോദമായി പരിണമിക്കുകയും പൊങ്കൽ സമയത്ത് ഭഗവാൻ മുനീശ്വര പ്രീതിക്കായും ഈ പരമ്പരാഗത കായിക വിനോദം നടത്തപ്പെടുകയും ഇങ്ങനെയൊക്കെയായി പ്രാദേശികമായ പല രീതികളിലാണ് ജല്ലിക്കെട്ട് കൊണ്ടാടിയിരുന്നത്.
വടക്ക് തഞ്ചാവൂർ, തിരുച്ചിറപ്പള്ളി, തെക്ക് തിരുനെൽവേലി, രാമനാഥപുരം എന്നിവിടങ്ങളിലും മധുര നഗരത്തെ കേന്ദ്രീകരിച്ച് പ്രധാനമായും മുക്കുലത്തോർ ജാതിക്കാർ വസിക്കുന്നതുമായ ഒരു പ്രദേശമാണ് ജല്ലിക്കെട്ടുകൾ കൂടുതലായും നടക്കുന്നത്. മറ്റു ഭൂവുടസ്ഥരായ ഇടത്തര ജാതി ഗ്രൂപ്പുകളും ആവേശത്തോടെയും ഇതിൽ പങ്കെടുക്കുന്നു. അവരിൽ പലരും കാള ഉടമകളും കാളയെ മെരുക്കുന്നവരുമാണ്. മധുരയിൽ അളകനല്ലൂർ, ആവണിയാപുരം, പാലമേട്, സേലത്തുള്ള തമ്പമട്ടി, പുതുക്കോട്ടയിലെ വണ്ണിയാൻ വിടുതി, തിരുവപ്പൂർ, വെണ്ടൻപട്ടി, ശിവഗംഗയിലെ സിറവയൽ, കണ്ടുപട്ടി, തേനിയിലെ പല്ലവരയൻപട്ടി, ദിണ്ടിഗലിലെ നെയ്ക്കരപ്പട്ടി, തഞ്ചാവൂർ മാടക്കോട്ടൈ, തിരുക്കന്നൂർ പട്ടി എന്നിവിടങ്ങളാണ് പ്രധാനപ്പെട്ട ജല്ലിക്കെട്ട് വേദികൾ. പങ്കെടുക്കുന്നവർക്കും കാളകൾക്കും 15 ദിവസം മുമ്പ് ആവശ്യമായ അനുമതികൾ കളക്ടറിൽ നിന്ന് ലഭിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരുടെ ഒരു പൂർണ്ണ പരിശോധനയും പരിപാടിക്ക് മുമ്പുള്ള അന്തിമ തയ്യാറെടുപ്പിൽ ഉൾപ്പെടുന്നു. കാളകളിൽ പ്രകടനം മെച്ചപ്പെടുന്നതിനുള്ള മരുന്നുകളോ മദ്യമോ മറ്റ് അസ്വസ്ഥത ഉണ്ടാക്കുന്ന വസ്തുക്കളോ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. ഈ കായിക വിനോദവുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നവർക്കും അതിൽ നിർബന്ധിച്ച് ഇടിച്ചു കയറ്റുന്ന മൃഗങ്ങൾക്കും പരിക്കേൽക്കുകയും മരിക്കുകയും ചെയ്ത സംഭവങ്ങൾ കാരണം മൃഗാവകാശ സംഘടനകൾ ഈ കായിക വിനോദം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും വരാം കാണാ കാഴ്ചകളുമായി.